RJDയുടെയും എല്ലാം എതിർപ്പ് നിലനിൽക്കുമ്പോഴും LDF മുന്നണി യോഗം ഈ ബ്രൂവറി വിഷയവുമായി മുന്നോട്ട് പോകുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇതിനെതിരെ CPIയുടെ കമ്മിറ്റികൾക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും BJPയുടെ ഭാഗത്തുനിന്നെല്ലാം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇക്ബാൽ, നമുക്ക് ആ വാർത്തയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഇൻവെസ്റ്റ് കേരള സമ്മിറ്റിന് തുടക്കമാവുകയാണ്. നമുക്കതിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകണം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ ഇപ്പോൾ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്ലോബൽ സമ്മിറ്റാണ് ഇൻവെസ്റ്റ് കേരള. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലുണ്ട്, വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. മുൻനിരയിൽ തന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവരിയ്ക്കുന്നു. ഇത് കേരളത്തിലേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ആഗോള സമ്മിറ്റാണ്. വിദേശ പ്രതിനിധികളുണ്ട്, 26 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ടാവും. മുഖ്യമന്ത്രിക്കൊപ്പം വാണിജ്യമന്ത്രിയുണ്ട്, ഒപ്പം പ്രതിപക്ഷ നേതാവുണ്ട്, വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവുണ്ട്, ഒപ്പം നിതിൻ ഗഡ്കരി ഉപരിതല ജലഗതാഗത വകുപ്പ് മന്ത്രി, കേന്ദ്രമന്ത്രി ഓൺലൈനായിട്ടായിരിക്കും പങ്കെടുക്കുക. മിനിസ്റ്റർ സജി ചെറിയാനുണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉണ്ട്. ഇപ്പോൾ ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകൾ പുറം ലോകത്തെ കാട്ടിക്കൊടുക്കാനാണ് ഈ നീക്കം. യൂസഫ് അലി അടക്കമുള്ള വ്യവസായ പ്രമുഖരുണ്ട്. കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തിൽ ഉറച്ചാണ് ഈ നീക്കം. ഇപ്പോൾ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബോൾഗാട്ടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങൾ. മുഖ്യമന്ത്രിയും ഇപ്പോൾ അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണല്ലേ? ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ, ഇപ്പോൾ വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ്. ബോൾഗാട്ടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി, ഒപ്പം തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി, 26 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു. അർജുൻ മട്ടന്നൂർ, കൃത്യസമയത്ത് തന്നെ ചടങ്ങുകൾ തുടങ്ങുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരേ വേദിയിൽ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെയുള്ള വിമർശനങ്ങൾക്കും വിയോജിപ്പുകൾക്കും അപ്പുറം ഇപ്പോൾ എത്തുന്നു. ഇപ്പോൾ ജയൻ ചൌധരി കൂടി എത്തുന്നു. നൈപുണ്യ വികസന മന്ത്രിയാണ്, നൈപുണ്യ വിഭവശേഷി കേന്ദ്രത്തിൽ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ജയൻ ചൌധരി. ഒപ്പം വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്, വ്യവസായ വകുപ്പ് മന്ത്രി ഇപ്പോൾ P. രാജീവുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളുണ്ട്. 26 രാജ്യങ്ങളിലെ വിവിധ കമ്പനികളിൽ നിന്നുള്ള സിഇഒമാരും 2 ദിവസമായി നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഹയാത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ബോൾഗാട്ടിയിലാണ് ഈ 2 ദിവസത്തെ പരിപാടി നടക്കുന്നത്. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു. അർജുൻ മട്ടന്നൂർ, ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണല്ലേ? ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സംസ്ഥാനത്തെ മറ്റ് മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, വ്യവസായികൾ, വിദേശ പ്രതിനിധികളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വേദിയെ സമ്പന്നമാക്കിയിരിക്കുകയാണ്, ഈ വിദേശ പ്രതിനിധികളടക്കം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന പരിപാടി തുടങ്ങും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2 ദിവസത്തെ ഈ നിക്ഷേപക ഉച്ചകോടി, ഇതിൽ മുഖ്യമന്ത്രി പൂർണ്ണമായും 2 ദിവസവും പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഇന്ന് വ്യവസായ മന്ത്രി പറഞ്ഞത്. അത്തരത്തിൽ സംസ്ഥാനത്തേക്ക് നിക്ഷേപം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഈ ഉച്ചകോടിയിൽ വെച്ച് തന്നെ അതിൽ വ്യക്തത വരുത്തുക, അതിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് 2 ദിവസവും മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. മറ്റ് വിവിധ രാഷ്ട്രീയ നേതാക്കളടക്കം ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. ാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്ലോബൽ സമ്മിറ്റിന്റെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് കൊച്ചിയിൽ തുടക്കമാവുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. വാണിജ്യമന്ത്രി, കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലുണ്ട്. നൈപുണ്യ മന്ത്രി ജയൻ ചൌധരിയുണ്ട്.
കേരള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവുണ്ട്, യൂസഫ് അലി അടക്കമുള്ളവരുണ്ട്. വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. വ്യത്യസ്ത വിഷയങ്ങളിലായി നടക്കുന്ന സെഷനുകൾ, 100-ലധികം പ്രഭാഷകർ, ഒപ്പം തന്നെ വിവിധ സെഷനുകളും എക്സിബിഷൻ സ്റ്റാളുകളുമുണ്ട്. മാരിടൈം ആൻഡ് പാക്കേജിംഗ്, ഫാർമ മെഡിക്കൽ ഉപകരണങ്ങൾ, ബയോടെക്, പുനരുപയോഗ ഊർജ്ജം, ആയുർവേദം, ഫുഡ് ടെക്, മൂല്യവർദ്ധിത റബ്ബർ, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി, മാലിന്യ സംസ്കരണം, നിയന്ത്രണം തുടങ്ങി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ്, ലോജിസ്റ്റിക്സ് തുടങ്ങി വ്യത്യസ്ത വിഷയങ്ങളിലായിട്ടാണ് നിക്ഷേപ സാധ്യതകൾ കേരളം തിരയുന്നത്. രവി പിള്ള അടക്കമുള്ളവരുണ്ട്. സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ കാണാം, അബ്ദുൽ വഹാബ് MP പ്രേക്ഷകർക്ക് കാണാം, ഒപ്പം തന്നെ യൂസഫ് അലിയുമുണ്ട്. ഇവരെല്ലാവരും വേദിയിലുണ്ട്. കേരളത്തെ ആഗോള നിക്ഷേപ സൌഹൃദമാക്കി മാറ്റാനുള്ള തീവ്രയത്നത്തിലാണ് കേരള സർക്കാരും പ്രതിപക്ഷവും ഇപ്പോൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് നിക്ഷേപത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഇതൊരു മാറ്റമാണ്, ഇതൊരു സാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കേരള സമൂഹത്തിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള നീക്കമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Positioning itself as a champion of ethical, responsible business. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ്, ഗ്ലോബൽ സമ്മിറ്റിൽ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുൻ മട്ടന്നൂർ, നേരത്തെ വിയോജിപ്പുകളൊക്കെ അറിയിച്ചിരുന്നുവെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ വികസനത്തിനെതിരല്ല എന്ന സന്ദേശം ഉയർത്തി പ്രതിപക്ഷം കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്, അല്ലേ അർജുൻ? അരുൺകുമാർ, നേരത്തെ ശശി തരൂരിന്റെ ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം വ്യവസായ സൗഹൃദമോ ഇതിൽ മുന്നിലാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയായ സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ നിക്ഷേപകരെ ആകർഷിക്കാൻ വേണ്ടി, സംരംഭകരെ കൊണ്ടുവരാൻ വേണ്ടി ഇത്തരമൊരു ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ നിക്ഷേപക ഉച്ചകോടിയിൽ ഇത്തരത്തിൽ ആ എതിർപ്പുകളും വിയോജിപ്പുകളും ഒക്കെ തന്നെ മറന്നുകൊണ്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും. എന്തായാലും നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം അറിയിച്ചിരുന്നു ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കും എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം ഇതിൽ എടുത്തു പറയേണ്ടതാണ് ഈ ഉച്ചകോടിയിൽ. പ്രത്യേകിച്ച് ഇതിനു മുൻപുണ്ടായിരുന്ന പല ഇത്തരം വ്യവസായ വകുപ്പിന്റെ പരിപാടികളിൽ ഒന്നും തന്നെ പ്രതിപക്ഷം അന്ന് ആദ്യഘട്ടത്തിൽ സഹകരിച്ചിരുന്നില്ല. എന്തായാലും ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട പരിപാടി കേരളം സംഘടിപ്പിക്കുന്നു. കൂടുതൽ നിക്ഷേപകരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. വിദേശ പ്രതിനിധികളടക്കം പങ്കെടുക്കുന്നു. വ്യവസായികളും കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളും പങ്കെടുക്കുന്നു. അത്തരത്തിലുള്ള ഒരു വലിയ ഉച്ചകോടി സംഘടിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം മാറി നിൽക്കുന്നില്ല, പ്രതിപക്ഷവും അതിനൊപ്പം അണിചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രവുമല്ല മറ്റ് പ്രതിപക്ഷ നിരയിലെ മറ്റ് നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ പ്രത്യാശയോടുകൂടി തന്നെ നമുക്ക് ഈ ഉച്ചകോടി സമീപിക്കാം എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ കൂടുതൽ നിക്ഷേപകർ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു വർഷമാകും എന്ന് തന്നെയാണ് വ്യവസായ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന ചില പ്രതിസന്ധികൾ, അതിൽ ഈ സാങ്കേതികമായ നടപടിക്രമങ്ങളുടെ ചില ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം തന്നെ സ്ഥലമേറ്റെടുക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ, ഇതിൽ എല്ലാം തന്നെ ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയും ഈ ഉച്ചകോടിക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ വ്യവസായ മേഖലയിൽ തന്നെ ഓരോ വിഷയങ്ങളിലും പ്രത്യേകം സെഷനുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ സെഷനുകളിലൊക്കെ തന്നെ ഇത് വിശദമായി ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും. മാത്രമല്ല കേരളത്തിന്റെ സാധ്യതകളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ ചർച്ചകൾ സംഘടിപ്പിക്കും. അതിനുശേഷം ഇത്തരത്തിൽ ഈ ഇവിടെ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് അതോടൊപ്പം തന്നെ മൊബൈൽ ആപ്പ് വഴി ഈ കൂടുതൽ നിക്ഷേപകർക്ക് ഈ പരിപാടിയിൽ അത്തരത്തിൽ ഓൺലൈനായി പങ്കെടുക്കാനുള്ള സാഹചര്യമുണ്ട്. അവർക്കും ഇത്തരത്തിൽ നിക്ഷേപം നടത്താനുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ അതും പ്രോത്സാഹിപ്പിക്കുമെന്നാണ് വ്യവസായ വകുപ്പ് പറയുന്നത്. എന്തായാലും അത്തരത്തിൽ മൊബൈൽ ആപ്പ് വഴി തന്നെ നിക്ഷേപകർക്ക് അവരുടെ താല്പര്യം അറിയിക്കാനുള്ള ഒരു വേദി കൂടി ഒരുക്കുകയാണ് വ്യവസായ വകുപ്പ്. അത്തരത്തിൽ വിപുലമായ ഒരു പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഉടനീളമുള്ള വ്യവസായികൾ, രാജ്യത്തിന് പുറത്തുള്ള വിദേശ പ്രതിനിധികളൊക്കെ തന്നെ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വിപുലമായ ഒരു ചർച്ച തന്നെ നടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ പൂർണ്ണമായും പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് അത്തരത്തിൽ സംസ്ഥാനത്തേക്ക് നിക്ഷേപം കൊണ്ടുവരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളോ പ്രതിസന്ധികളോ ആരെങ്കിലും പങ്കുവെക്കുകയാണെങ്കിൽ അത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു ഉച്ചകോടിയായി ഇത് മാറുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതായത് ഉച്ചകോടിയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകളും പരിഹരിക്കാനും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഭാവിയിലെ മറ്റ് നടപടിക്രമങ്ങൾ എളുപ്പത്തിൽ
നടപ്പിലാക്കാനും സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ എല്ലാ അത്തരത്തിലുള്ള വിവിധ മേഖലകളിലേക്ക് നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഓരോ വിഷയങ്ങളും ഓരോ വിഭാഗവും പ്രത്യേകം തരംതിരിച്ച് തന്നെ അത്തരം സെഷനുകൾ സംഘടിപ്പിക്കുന്നത്. എന്തായാലും ഉച്ചകോടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. വിദേശ പ്രതിനിധികളൊക്കെ തന്നെ ഇന്നലെ തന്നെ എത്തിച്ചേർന്നിരുന്നു. കേന്ദ്രമന്ത്രിമാരടക്കം നേരത്തെ തന്നെ എത്തിച്ചേർന്നിരുന്നു. എന്തായാലും ഉടനീളം ഈ പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. അതോടൊപ്പം വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷനാവും. മറ്റ് പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ ഇപ്പോൾ വേദിയിൽ എത്തിക്കഴിഞ്ഞു. ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഇത്തരത്തിൽ വിവിധ സെഷനുകൾ ആരംഭിക്കും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ ആകെ 30 സെഷനുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് എല്ലാ മേഖലകളും പ്രത്യേകം തരംതിരിച്ചുകൊണ്ട് വേറെ ചർച്ചകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള സെഷനുകൾ സംഘടിപ്പിക്കുന്നത്. 200-ലേറെ പ്രതിനിധികൾ ഈ സെഷനിൽ മുഖ്യ പ്രാസംഗികരായും എത്തും. അരുൺകുമാർ, ചടങ്ങുകൾ തുടക്കമാവുകയാണ്. കേരള ഇൻവൈറ്റിംഗ് എന്ന വലിയ ബാക്ക്ഡ്രോപ്പ് പ്രേക്ഷകർക്ക് കാണാം. ആഗോള നിക്ഷേപ സംഗമം എന്ന അർത്ഥത്തിലാണ് ഇൻവെസ്റ്റ് കേരള എന്ന ഈ ഗ്ലോബൽ സമ്മിറ്റ് ഈ ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗോൾഗാട്ടിയിൽ നടക്കുന്ന ചടങ്ങിൽ 26 രാജ്യങ്ങളിൽ നിന്നുള്ള വ്യവസായ പ്രമുഖരും നയതന്ത്ര പ്രതിനിധികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, ദീർഘമായ സ്വാഗത പ്രസംഗമാണെന്ന് തോന്നുന്നു. അതോ ഇത് ഇൻട്രൊഡക്ഷൻ ആണോ നടക്കുന്നത്? സ്വാഗത പ്രസംഗം യഥാർത്ഥത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് നിർവഹിക്കേണ്ടതെന്ന് തോന്നുന്നു, അല്ലേ? Very warm welcome to all our esteemed guests and delegates, and here's hoping that the ഇപ്പോൾ സ്വാഗത പ്രസംഗമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് നിരവധി വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. വ്യവസായികളും മറ്റു വിദേശ പ്രതിനിധികളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. അവരെ ചീഫ് സെക്രട്ടറിയാണ് ഇപ്പോൾ ചെയ്യുകയാണ്. ചീഫ് സെക്രട്ടറി സ്വാഗതം ചെയ്തിരിക്കുന്നു, അല്ലേ? കടക്കുകയാണ്. ഇനി ചടങ്ങുകളിലേക്ക് കടക്കുന്നു. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം നിർവഹിക്കുക. അരുൺകുമാർ, ചീഫ് സെക്രട്ടറിയായ ശാരദാ മുരളീധരനാണ് ഇപ്പോൾ സ്വാഗതം ആശംസിച്ചത്. അതിന് ശേഷം ഇപ്പോൾ വ്യവസായ മന്ത്രി പി രാജീവ് സംസാരിക്കുകയാണ്. Honorable Chief Minister of Kerala, Sri Pinarayi Vijayan, Honorable Minister for Industries and Commerce, Sri Piyush Goyal ji, thank you for adjusting your meeting with the foreign delegation and take that much pain for coming here for this event. Before you landing Kochi, Kerala, we have implemented 100% reforms of the 2024 BARP. And Honorable Minister Sri Jain Chaudhary, my friend, the Minister, Union Minister of State, Independent Charge, Skill Development and Entrepreneurship, and His Excellency Abdullah bin Ajmai, the Minister of Economy, UAE. We met him in his office at UAE. I still remember the hospitality he has extended to the Kerala delegation. And also His Excellency Abdullah bin Adel Fakero. We met at Davos, the Minister of Industries and Commerce, Kingdom of Bahrain. And respected Honorable Leader of Opposition, Sri V.D. Sadishan, Sri A.M. Yusuf Ali, and Sri Sanjeev Puri, and Mr. Karan Adani, and other dignitaries on and off the dais, and diplomats from different countries, investor delegates, speakers, and my dear friends. I consider this is a historical moment for the state of Kerala. The participation of 26 countries and more than 3,000 delegates, that has changed the character of this event. This is not a standalone event. This is a culmination of 48 preparatory programs and a milestone of a journey from the year 2016. The government which had assumed the office in 2016 had taken several path-breaking legislative and executive steps to simplifying the procedure for establishing and running an industry in this state. And this government, the present government, is a continuation of that government under the leadership of the same Chief Minister Sri Pinarayi Vijayan. This continuity has created confidence not only among the investor community, the society as a whole. Breaking news.